ഹലാലിനെ ഹറാമാക്കുന്ന ഒരു കാലം വരുമത്രേ, ഹറാമിനെ ഹലാലാക്കുന്ന കാലം വരുമത്രേ, ഹലാലിനെ ഹറാമാക്കുന്ന കാലം വരുമത്രേ. ഹറാം ഹലാലാകും, ഹലാല് ഹറാമാകും. അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞത് തെറ്റുകിട്ടില്ല മക്കളെ, തെറ്റുകിട്ടില്ല കേട്ടോ. ഒരു ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വഫീ റിവായത്തിൻ ആഖിറ, മറ്റൊരു ഹദീസിൽ കേൾക്കാം, സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കൈഫ ബികും ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ. ബഹുമാനപ്പെട്ട സഹാബാക്കളോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ അനുവദനിക്കപ്പെടുന്നതായിട്ട്, അനുവദനീയമായിട്ട് അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു കാലം വന്നാൽ, ഇസ്ലാം നിഷിദ്ധമാക്കിയവകളെ ഹലാലാക്കുന്ന അനുവദിക്കുന്ന കാലം വരികയും, ഇസ്ലാം ഹലാലാക്കിയ അനുവദിച്ച കാര്യങ്ങളെ ജനങ്ങളെ തിരസ്കരിക്കുന്ന നിഷേധിക്കുന്ന കാലവും വന്നാൽ, സഹാബ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ ഖാലു, സഹാബാക്കൾ ചോദിക്കുകയാണ്, ഇന്ന ഹാദാ ലകായിനു യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, നഅം വ അശദ്ദ മിൻഹു, ഇതിനേക്കാൾ കഠിന കഠോരമായ കടുപ്പമായത് സംഭവിക്കും സഹാബ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? മുൻകറിനെ മഅറൂഫായി കാണും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് ഹറാമാണ്, ഇത് ചെയ്യരുത്, ഇത് ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു നോക്കിയാൽ ഉലമാക്കളെ അവരെ തള്ളിക്കളഞ്ഞിട്ട് അതിനെ അംഗീകരിക്കും അവർ. ഇപ്പൊ പന്തുകളി കാണണ്ട, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കളഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ പോവല്ലേ, നിങ്ങൾ ഇത്രയും ഫ്ലക്സ് അടിച്ചിട്ട് പൈസകൾ കളയില്ലെന്ന് പറഞ്ഞാൽ ഉലമാക്കൾ സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ആരെങ്കിലും സ്വീകരിച്ചാ ഉടനെ കമന്റ് ഉലമാക്കെതിരെയാണ്. അതങ്ങനെയാണ്, കാലഘട്ടം അങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായത്. ഇത് പുലരുന്ന പ്രവചനങ്ങളാണ്, ഹബീബായ തങ്ങളാണ് ഇത് പറഞ്ഞത്. ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ, നന്മ തിന്മയായി മാറുകയും തിന്മ നന്മയായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണമെന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബത്ത് പറയുകയാണ്, ഇന്ന ഹാദാ ലകായിനു യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുവോ പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയല്ല, അതിനേക്കാൾ കടുപ്പമുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ തഗാ നിസാഉകും വഫസഖ ഫിത്യാതുകും കൈഫ ബികും. ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, പ്രതികരണം എന്തായിരിക്കും സഹാബ? എപ്പോഴാണ് ഇദാ തഗാ നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ തരുണികൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ സഹോദരിമാർ അവർ നടുറോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വന്നാൽ, അവർ പരസ്യമായി അവർ കൈകൊട്ടി, പരസ്യമായി അവർ ഓണത്തിന്, പരസ്യമായി ഉത്സവങ്ങൾക്ക്, പരസ്യമായി അവർ അണിഞ്ഞൊരുങ്ങിയിട്ട് ചിലങ്കകൾ അണിഞ്ഞുകൊണ്ട് അവർ നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ, വഫസഖ ഫിത്യാതുകും, നിങ്ങളുടെ ചെറുപ്പക്കാരായ യുവാക്കൾ അഴിഞ്ഞാടുകയും അഹങ്കരിക്കുകയും മദ്യത്തിന്റെയും മദിരാശികളുടെയും ലഹരിയിൽ മുങ്ങിത്താഴുന്ന ഒരു കാലഘട്ടം വന്നാൽ, കൈഫ ബികും സഹാബത്തെ, നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ അത്ഭുതത്തോടെ ഫവസബ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ സ്വഹാബത്തിന് നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നഹാ ലകായിനു യാ റസൂലല്ലാഹ് അവ യകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മളൊക്കെ ആ കാലത്തിലേക്ക് നോക്കിയിട്ട് ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നൊക്കെയല്ലേ ഞാനടക്കം പ്രഭാഷണം നടത്തുന്നത്. പക്ഷേ ഇരുണ്ട യുഗം ഈ വർത്തമാന കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടല്ല സഹോദരാ. ആണും പെണ്ണും പരസ്യമായിട്ട് നടുറോഡിൽ അഴിഞ്ഞാടുന്നതിനെതിരെ ഉലമാക്കൾ മിമ്പറിൽ നിന്ന്
എന്ന് മെഹ്റാബിൽ നിന്ന് ഗർജിച്ചാൽ ആ ഉലമാക്കളെ നാണം കെടുത്തുന്ന കാലഘട്ടമല്ലേ? അങ്ങനെ ഒരു കാലം വന്നാൽ സഹാബത്തെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി ചോദിച്ചു. പക്ഷെ അങ്ങനത്തെ കാലം അല്ലേ ഇത്? ഞാനിപ്പോ ഓരോന്നോരോന്ന് ചോദിക്കുമ്പം അങ്ങനത്തെ കാലഘട്ടം അല്ലേ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് മറുപടി പറയണം. ആണെങ്കിൽ ആണ് എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾ ഇപ്പം ഡാൻസ് നൃത്തം ചവിട്ടിയില്ലേ, തലയിൽ തട്ടമൊക്കെ ഇട്ടു ഇല്ലേ നമ്മള് ഇല്ലേ? പല പള്ളി തിരുപ്പള്ളി നല്ല തലയിൽ തട്ട വിട്ട് നല്ല മക്കനായിട്ട് ഒതുവും കൂടെ എടുത്ത് കാണും. അതപോട് കൂടിയാണ് മക്കനായിട്ടിട്ട് പാട്ട് പാടി ഭയങ്കര തുള്ളിച്ചാട്ട് ഫേസ്ബുക്കിൽ വരട്ടെ, വാട്സപ്പിൽ വരട്ടെ. അതിന്റെ പിന്നാലെ ആടാൻ വേണ്ടി കുറെ ചെറുപ്പക്കാർ കല്യാണ സദസ്സുകളിൽ ആണും പെണ്ണും ഒരുമിച്ച് നെഞ്ചെല്ലാം കടന്ന് എന്താ ആട്ടം, ദുബറെല്ലാം കടന്ന് എന്താ ആട്ടം, മൊത്തത്തിൽ ആട്ടത്തോടെ ആട്ടാണ്. ആർക്കെങ്കിലും സംസാരിക്കാൻ ചോദിക്കാണ്ടോ? ആ ദുബറിന്റെ മാത്രം ഫോട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് കൊടുക്കും. അത് മാത്രം കിടന്നാടും ഇങ്ങനെ. വിധങ്ങൾ പറഞ്ഞ ഇതാ ഇല്ലേ ഉസ്താദ് തങ്ങളെ? ഇല്ല, ഇങ്ങനെ ഇല്ലേ? വാട്സപ്പിൽ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കിത് കാണുമ്പോഴല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. ഇതാ നിസാഉക്കും, നിങ്ങളുടെ നിസാക്കൾ ഇങ്ങനെ അർമാദിക്കാണ്, അഹങ്കരിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അത് വന്നില്ലേ? ആണും പെണ്ണും ഒന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുകയും മടിയിലിരിക്കുകയും മടിയിൽ കിടത്തുകയും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും പരസ്പരം റോഡിന്റെ സൈഡിൽ വെച്ച് വ്യഭിചരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടമല്ലേ അത്? ലാ തഖൂമുസ്സാ ഹത്താ യതഫാസദന്നാ ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. ലോകം അസ്തമിക്കുകയേ ഇല്ല. ഈ സമുദായം മൃഗങ്ങളെ പോലെ നടുറോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല. അതുകൊണ്ടോ മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് ഇപ്പൊ എന്താ? അവർക്കിപ്പോ ഔറത്തിന്റെ കാര്യം അവർക്ക് ശ്രദ്ധിക്കേണ്ടതില്ല. എനിക്ക് മുണ്ടുണ്ടോ നിക്കറുണ്ടോ വർമൂടുണ്ടോ എന്നൊന്നും അത് നോക്കേണ്ട കാര്യമില്ല. ഇത് ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ പള്ളിയാണോ മദ്രസയാണോ, ഇത് ജംഗ്ഷനാണോ, ജനങ്ങളുണ്ടോ, ജനവാസ കേന്ദ്രമാണോ, ഇതൊന്നും മൃഗങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. മൃഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ വന്നാൽ അത് എവിടാന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടി കയറില്ല തന്നെ. ഇത് മൃഗങ്ങളുടെ സ്വഭാവമാണെങ്കിൽ ഇതേപോലെ എന്റെ സമുദായം അധപ്പതിക്കുന്ന ഒരു കാലം വരും. ആ കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലത്തെ കാലം അല്ലേ? അടുത്ത അത് പറഞ്ഞുതരാം. ഹത്താ ഇന്നർ റജുല ലിയുഗശ്ശിയൽ മർഅത അലാ ഖാരിഅതി ത്വരീഖ് ഐ യസ്നി ബിഹാ ഫീ ഖാരിഅതി ത്വരീഖ്. വഴിയോരങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന, വ്യഭിചരിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ. ഇത് കേട്ടപ്പോ സ്വഹാബാക്കൾക്ക് അത്ഭുതമായി. അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? പരസ്യചുംബനം ഇല്ലേ? ഇല്ല പരസ്യചുംബനം ഉണ്ടെന്നില്ല. നിങ്ങൾ മിണ്ടിയാലേ ഞാൻ അടുത്തത് പറയുള്ളൂ. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഈ ബദരിയ മസ്ജിദിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഉളയത്തർക്കക്കാർ നിങ്ങൾ തീരുമാനിക്കണം. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ പറഞ്ഞതാണിത്. ഇത് പറയുമ്പോൾ ഇത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല ഉസ്താദെ, ഈ 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഇത് ഞാൻ ഈ പറയുന്നത്. ഇത് സംഭവം ശരിയല്ലേ? 4-ാം മൈലിലോട്ട് വാ, വിദ്യാനഗറിലോട്ട് വാ, കാണിച്ചു തരാം. 4 മണി സമയത്ത് വാ, റെയിൽവേ സ്റ്റേഷനിലോട്ട് വാ, ബസ് സ്റ്റാൻഡിലേക്ക് വാ. ആണാണ് പെണ്ണാണ് കാണിച്ചു തരാന്നല്ല എന്റെ അർത്ഥം. റോഡിന്റെ സൈഡില് പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കാണ്, പരസ്യമായിട്ട് ചുംബിക്കാണ്.
ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? വലാ യുഗയ്യിറുഹു അഹദുൻ വലാ യുൻകിറു ദാലിക അഹദുൻ, ഒരാൾക്കും അതിനെ എതിർക്കാൻ സാധ്യമല്ല. അതും നബി തങ്ങൾ പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരാൾക്ക് ശരിയല്ലേ, നമ്മളെ കാണുമ്പോൾ എതിർക്കാൻ പറ്റുമോ? നമ്മൾ എതിർത്താൽ ഉസ്താദ് എങ്ങാനും പോയി എതിർത്താൽ പറയും ഉസ്താദ് എന്നെ പിടിക്കാൻ വന്നു എന്ന് പറയും, തീർന്നു. നമുക്ക് IPC 212 നമ്മളകത്ത് കിടക്കേണ്ടി വരും. പിടിച്ചവൻ വെളിയിലും നമ്മളകത്താണ്. അതുകൊണ്ട് നമ്മൾ മിണ്ടൂല. യാ അല്ലാഹ്, നമുക്ക് മുന്നേ ഇതുപോലുള്ള സ്ഥലങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ പറയാ. നമ്മുടെ ഹക്ക്, ആലിമീങ്ങളുടെ ബാധ്യത എന്ന നിലയിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നു. അവര് സ്വീകരിക്കുന്നു, തിരസ്കരിക്കുന്നു, അത് അല്ലാഹു അലം. നമ്മുടെ ബാധ്യതയാണിത്. ഇത് ശരിയല്ലേ? നബി തങ്ങൾ പറഞ്ഞതാണ്. പ്രവാചകന്റെ പുലരുന്ന പ്രവചനങ്ങൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പരസ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നു. ഹത്താ തൂജദൽ മർഅത ജഹാറൻ നഹാറൻ തുൻകഹു വസ്ത ത്വരീഖ്. രാത്രിയല്ല കേട്ടോ, പാതിരാത്രിയല്ല കേട്ടോ, പകലിന്റെ വെളിച്ചത്തിലാണ് പരസ്യമായി നടുറോഡിലേക്കൊരു പെണ്ണിനെ കൊണ്ടുവന്ന് അവളോട് കെട്ടിപ്പിടിച്ച് ചുംബനം നടത്തുന്ന ഒരു കാലം ഈ സമുദായം കാണാതെ ലാ തഖൂമുസ്സാ, ഈ ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ, ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ. അന്ന് ഘോരഘോര പ്രഭാഷണങ്ങൾ നടക്കും. തുതവ്വലുൽ മനാബിറു, പ്രസംഗം ഭയങ്കരമായിട്ട് നടക്കും. വല്ല കുറവുണ്ടോ? വതുക്സറു സുഫൂഫ്, പള്ളികളിൽ ഭയങ്കരമായിട്ട് ആള് കൂടും നിസ്കരിക്കാൻ. വഖുലൂബുഹും മുതബാഗിള, ആ നമസ്കരിക്കാൻ വരുന്നവരുടെ കൽബുകൾ ക്രോധവും കോപവും കൊണ്ട് ജ്വലിക്കുമത്രേ. വൽ അൽസിനു മുഖ്തലിഫ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരുടെ നാവുകളെല്ലാം വിഭിന്ന ഭാഷകളായിരിക്കും. വനവാലുഹും അൽഇഫാ, ആ നമസ്കരിക്കാൻ വന്നവരുടെ ലക്ഷ്യം അധികാരമാണ് കേട്ടോ, ഈ മസ്ജിദിന്റെ അധികാരമാണ് കേട്ടോ. അല്ലാഹ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ മസ്ജിദിൽ കൂടിയവരല്ല നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, നഅം യാ സൽമാൻ, അങ്ങനെയൊക്കെ സംഭവിക്കും സൽമാൻ. ഇൻദദാലിക, ആ കാലഘട്ടത്തിൽ, ആ സാഹചര്യത്തിൽ ഓർക്കണേ, യലീ, എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഖൗമുൻ, ഒരു വിഭാഗമാണ്. ജുസസുഹും ജുസസുന്നാസ്, അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാ. വഖുലൂബുഹും ഖുലൂബുശ് ശയാത്തീൻ, അവരുടെ കൽബുകൾ പിശാചിന്റെ കൽബുകളാണ്. ഇൻ തകല്ലമു, അവർക്കെതിരെ നിങ്ങൾ സംസാരിച്ചാൽ ഖതലൂഹും, തട്ടിക്കളയും കേട്ടോ. വ ഇൻ സകതൂ, ഇനി മിണ്ടാതെ നിങ്ങൾ കഴിഞ്ഞാലോ ഇസ്തബാഹൂഹും, ആ നിയമങ്ങൾ അതിന്റെ പിന്നാലെ അവർ അത് പാസാക്കും. മിണ്ടാൻ പറ്റുമോ അധികാരികൾക്കെതിരെ? ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എന്ത് വന്നാലും മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റൂല. മിണ്ടിയ ഈടി വരും. അതുകൊണ്ട് ആരും മിണ്ടൂല. എനിക്ക് എൻ്റെ കാര്യമാണ്, എനിക്ക് എൻ്റെ ജീവിതമാണ്, എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്, മിണ്ടാൻ പറ്റൂല. ഇൻ തകല്ലമു ഖതലൂഹും, അതിന്റെ അർത്ഥം തന്നെയാണ്, അവനെ പിന്നെ അങ്ങോട്ടൊന്നും ഇല്ലാതാക്കി കളയും. ഇനി മിണ്ടാണ്ടിരുന്നാലോ ആ നിയമം അവര് പാസ്സാക്കും. ഇസ്തബാഹൂഹും, ആ നിയമം അവര് പാസ്സാക്കും. ഇസ്ലാമിന്റെ എത്ര നിയമങ്ങളാ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയത്. നമ്മൾ എന്തെങ്കിലും മിണ്ടിയോ അവസാനം ഓരോന്നോരോന്നോ സംഭവിക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നഅം യാ സൽമാൻ വ ഇൻദഹാ, അങ്ങനെ സംഭവിക്കുമ്പോൾ ഓർക്കണേ, അൽ മുഅ്മിനു യംശി ബൈനഹും ബിൽ മഖാഫ, ഇവരുടെ ഇടയിലൂടെ സത്യവിശ്വാസികൾ നടന്നു പോകുന്നത് വളരെ ഭയന്ന് വിറച്ചിട്ടായിരിക്കും കേട്ടോ. അവനൊരു മുസ്ലിമാണെന്ന് പോലും പറയാൻ മടിക്കുന്ന കാലഘട്ടമായിരിക്കും അത് സ്വഹാബാ. അൽ മുഅ്മിനു ബൈനഹും യംശി ബിൽ മഖാഫ, പേടിച്ചിട്ടോ അവനോട് ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, അവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മക്ക് നമ്മുടെ തടി സലാമത്താക്കുക
മിണ്ടാണ്ട് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അങ്ങനെയല്ല ഇപ്പോ, അവനവന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നടക്കല്ലേ. ഹബീബായി തങ്ങൾ പറഞ്ഞ കാലഘട്ടം വെറുതെയാണോ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിസ്കരിക്കാൻ ആള് വരും, പക്ഷെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കും? മുറ്റത്ത് ചർച്ചക്കാരായി. നാവുകളെല്ലാം പല ഭാഗങ്ങളിലായിരിക്കും. എടാ, ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ട്, ഒരു ഖിബിലയിലേക്ക് നിസ്കരിച്ചിട്ട്, ഒരു ഫാത്തിഹ, ഒരു സൂറത്ത് ഓതി നിസ്കരിച്ച്, ദിക്റ് ചൊല്ലി ദുആ ചെയ്ത് എല്ലാവരും ആമീൻ പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ എന്താ ഇത്ര ശബ്ദം? എന്താ ഇത്ര ചർച്ച? നബിതങ്ങൾ പറഞ്ഞതാണ്, ആ നമസ്കാരമാണ് നമുക്ക് ഖിയാമത്തിന്റെ അടയാളവുമായി നബിതങ്ങൾ പെടുത്തിയത്. ഇമാതത്തുസ്സലാ, നമസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ അടയാളങ്ങൾ കേട്ടോ. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം നീചവും നികൃഷ്ടവുമായ സ്വഭാവങ്ങളെ ഒരാളിൽ നിന്ന് തടഞ്ഞില്ല എങ്കിൽ അവന്റെ നമസ്കാരം ശരിയായിട്ടേ ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. ഒരാളുടെ നിസ്കാരം കൊണ്ട് നീ നന്നായിട്ടില്ല എങ്കിൽ ഇതിന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ കൈകൊട്ടുമ്പോൾ ചിന്തകൾ വേറെയാണ്, വേറെ ലക്ഷ്യമാണ്, മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്, ഇഷ്ടമുള്ളപ്പോൾ പോയി നിസ്കരിക്കുകയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഖിയാമത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് ഉദ്ധരിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുൽ ഖാസിറൂൻ. ഏ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, നിങ്ങളുടെ ദുനിയാവിന്റെ കച്ചവടങ്ങളാകട്ടെ, സാമ്പത്തിക ഇടപാടുകളാകട്ടെ, സാമൂഹ്യപരമായ ബന്ധങ്ങളാകട്ടെ, കുടുംബപരമായ കാര്യങ്ങളാകട്ടെ, വിവാഹവേളകളാകട്ടെ, സദ്യകളാകട്ടെ, എന്ത് പരിപാടികളാകട്ടെ, നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഈ ഇടപാടുകളൊന്നും നിങ്ങളെ തളർത്താതിരിക്കട്ടെ, തകർക്കാതിരിക്കട്ടെ, നശിപ്പിക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുമുൽ ഖാസിറൂൻ. ആരെങ്കിലും നമസ്കാരത്തെക്കാൾ പ്രാമുഖ്യം കുടുംബത്തിന് കൊടുത്താൽ, ആരെങ്കിലും നമസ്കാരത്തെക്കാൾ പ്രാമുഖ്യം കച്ചവടത്തിന് കൊടുത്താൽ, ആരെങ്കിലും നമസ്കാരത്തെക്കാൾ പ്രാമുഖ്യം ഭൗതികമായ കാര്യങ്ങൾക്ക് അവൻ നൽകിയാൽ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവൻ തീരാ നഷ്ടത്തിലാണ് കേട്ടോ, അവൻ തീരാ നഷ്ടത്തിലാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാ. അതുകൊണ്ടാണ് ചില ആളുകൾ നിസ്കരിച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവുന്നില്ല, കുടുംബത്തിൽ ഖൈറില്ല, വീട്ടിൽ ബർക്കത്തില്ല, ഇവൻ നിസ്കരിച്ചിട്ട് ഇവനൊരു ഗുണം ഉണ്ടാവുന്നില്ല. എന്ത്? അതിൻ്റെ ചിട്ടയോടെ, അതിൻ്റെ തർത്തീബോടെ, അതിൻ്റെ ഫുറൂദുകളോടെ, അതിൻ്റെ ഷുറൂത്തുകളോടെ, അതിൻ്റെ വാജിബാത്തുകളോടെ കൃത്യമായി നമസ്കരിച്ചു നോക്ക്, റബ്ബിനോട് ദുആ ചെയ്ത് നോക്ക്, നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം കാണും. നമ്മുടെ നിസ്കാരം ശരിയാകാത്തത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. അതിന് അള്ളാഹയെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, അള്ളാഹയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഓരോന്നിനും സമയമുണ്ട്. സ്കൂൾ തുറക്കാൻ സമയമുണ്ട്, ഓഫീസ് തുറക്കാൻ സമയമുണ്ട്, ട്രെയിൻ വരുന്നതിന് സമയമുണ്ട്, ഫ്ലൈറ്റ് വരാൻ സമയമുണ്ട്. ഇവിടെയൊക്കെ കൃത്യനിഷ്ഠ പാലിക്കും. നമസ്കാരം ഈ ലോകത്തെ സൃഷ്ടിച്ച പടച്ചവന്റെ മുന്നിൽ പോയി സുജൂദിൽ വീഴാൻ നമുക്ക് കൃത്യനിഷ്ഠ നമുക്കില്ല. അള്ളാഹ് പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അതിന് കൃത്യനിഷ്ഠയുണ്ട്, അതിന് പ്രത്യേകമായ സമയം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് വന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പൊ അള്ളാഹ്ക്ക് തരാൻ മനസ്സില്ലെങ്കിലോ? അങ്ങനെ ചോദിച്ചു മേടിച്ചവരാണ് ഔലിയാക്കള്. അവർക്ക് കിട്ടി, അവർ കൃത്യസമയത്ത് അള്ളാന്റെ വിളിക്ക് ആദ്യം ഒരു ഉത്തരം നൽകി, പിന്നെയാണ് ദുനിയാവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നത്. നമ്മൾ ദുനിയാവിന്റെ വിളിക്ക് ആദ്യം ഉത്തരം നൽകും, അള്ളാന്റെ വിളിക്ക് പിന്നീട് ഉത്തരം നൽകും. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചിട്ട് ഉടനെ ഇങ്ങോട്ട് മറുപടി അള്ളാഹ് തരാത്തത്. മനസ്സിലായിക്കോ? കളി നടക്കുന്നു, ഫൈനൽ കളി നടക്കുന്നു, മഗ്രിബ് നിസ്കാരം നടക്കുന്നു, ഏതിന് മുൻതൂക്കം കൊടുക്കും? നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഫൈനൽ വരുന്നു 19-ാം തീയതി, 18-ാം തീയതി.
മഗ്രിബിന്റെ സമയത്താണെന്ന് വെച്ചോ, കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അവ്വൽ വഖത്തിൽ നിസ്കരിക്കലാണ് ശ്രേഷ്ഠം. ആ സമയത്താണ് ഫൈനൽ കൊടുമ്പിരി കൊള്ളുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ മസ്ജിദിലായിരിക്കുമോ പന്തിന്റെ മുന്നിലായിരിക്കുമോ? ചിന്തിച്ചു നോക്ക്. എന്നിട്ട് അള്ളാഹെ കുറ്റം പറയുന്നു, മോഡിയെ കുറ്റം പറയുന്നു, BJP കുറ്റം പറയുന്നു. നടക്കൂല. നബിതങ്ങൾ പറഞ്ഞത് കേൾക്ക്. ഇതാ ഞാനിത് പറഞ്ഞിരുന്നു. ഞാൻ ഹദീസ് ഓതിയിട്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച വാക്കുകളാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. വേണമെങ്കിൽ നെറ്റ് അടിച്ചു നോക്കിക്കോ. ഞാൻ വെറുതെ പറയാണോ ഇല്ലയോ എന്നറിയാം. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് തള്ളിയിട്ടൊന്നും പോവല്ല, ഞാൻ വെറുതെ പൊട്ടാസ് അടിച്ചിട്ടൊന്നും പോവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ മിമ്പറിൽ നിന്ന് പ്രഭാഷണം നടത്തിയ ഖുത്ബകളാണ്, പ്രഭാഷണങ്ങളാണ്, ഖുത്ബകളാണ്. ആ പ്രഭാഷണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എടുത്തു തരുന്നത്. അതാ എൻ്റെ വാക്കൊന്നും അല്ല ഇത്. എന്നെ ആരും കുറ്റം പറയുകയും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ ലോകത്ത് നടക്കണം. അത് നടന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് അന്ത്യമുണ്ടാവുകയുള്ളൂ. ഇത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ഖിയാമത്ത് നാളില്ലല്ലോ, ഇതൊക്കെ സംഭവിക്കണമല്ലോ. ചെറിയ ചെറിയ അടയാളങ്ങൾ സംഭവിച്ചു പോയി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന അടുത്ത ഹദീസ് കാണാം. അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഖതീബാ. ഞങ്ങളുടെ അരികിലേക്ക് നബി തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണവുമായി അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ഫഖാല യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ. ഏ മുഹാജിരീങ്ങളെ, ഏ അൻസാറുകളെ, ഖംസുൻ, 5 കാര്യം ഞാൻ പറയാനതൊന്ന് കേൾക്കണേ. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ തകർന്നത് തന്നെ, നശിച്ചത് തന്നെ. ആയിരക്കണക്കായ സ്വഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പരിശുദ്ധ പ്രവാചകൻ ഈ പ്രഭാഷണം നടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറയുകയാണ്, അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. അല്ലാഹുവേ, ഈ പറയുന്ന ഒരു വിപത്തുകളും എൻ്റെ സഹാബാക്കൾക്കുണ്ടാകാതെ നീ സഹായിക്കണേ അല്ലാ. അതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരുന്നപ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് സംരക്ഷണമായിരുന്നു. നബി തങ്ങളുടെ തിരുകരങ്ങളൊന്ന് ഉയർത്തിയാൽ മതി, അല്ലാഹു ആ കൈ നിറച്ചു കൊടുക്കാതെ മടക്കുകയില്ല കേട്ടോ. ആ ഹബീബായ തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണം നടത്തിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞത്, 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാം. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടുത്തം വിട്ടുപോകും കേട്ടോ. അത് നിങ്ങളെ കൊണ്ട് പിടിച്ചു നിർത്താനാവില്ല കേട്ടോ. അത് കൈവിട്ട കളിയാ. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഹബീബായ തങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗ. ഒന്നാമതായി നബി തങ്ങൾ പറയുകയാണ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് 4G ഇല്ലാത്ത കാലഘട്ടമാണ്, ഡിജിറ്റൽ ഇല്ലാത്ത കാലഘട്ടമാണ്, ന്യൂജി ഇല്ലാത്ത കാലഘട്ടമാണ്, 5G ഇല്ലാത്ത കാലഘട്ടമാണ്. ഹബീബായ തങ്ങൾ ഒരു ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഇന്റർനെറ്റിന്റെ വർത്തമാന കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ടല്ലേ ഹിജാസിന്റെ ഉടമസ്ഥനായ ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ചത്, എന്റെ സഹാബത്തേ, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ. ഏതൊരു സമുദായത്തിലാണോ, ഏതൊരു ഗ്രാമവീഥികളിലാണോ, ഏതൊരു രാജ്യത്താണോ, ഏതൊരു നാട്ടിലാണോ അശ്ലീലങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നത്, അനാശാസ്യ പ്രവർത്തികൾ കൊടുമ്പിരി കൊള്ളുന്നത്, അധാർമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏതൊരു നാട്ടിലാണോ, ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൂ. മാരകമായ രോഗങ്ങളും കണ്ടുപിടിക്കപ്പെടാത്ത വിപത്തുകളും തുടരെ തുടരെ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും വഴിമാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും ഇതെല്ലാം ആ നാടിനെ പിടികൂടാതിരിക്കുകയില്ല സഹാബ. അതിന്റെ കാരണം ആ കാലഘട്ടത്തിലെ അഴിഞ്ഞാടുന്ന യുവത്വമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെ ഒരു കാലം വന്നാൽ യകൂനുൽ മതറു ഖൈലാ, കാലം തെറ്റി മഴ പെയ്യും കേട്ടോ.
വൽവലദു ഗൈളാ, നമ്മുടെ മക്കളെ പിടിച്ചാ കിട്ടൂല കേട്ടോ. വാപ്പാക്കും ഉമ്മാക്കും മക്കളെ കിട്ടൂല കേട്ടോ. വാപ്പ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഉമ്മ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. വാപ്പ നമസ്കരിക്കാൻ പള്ളിയിൽ വരും, പക്ഷേ മകൻ നമസ്കരിക്കാൻ കാണില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വൽവലദു ഗൈളാ, ആ മക്കളൊക്കെ പിഴച്ചു പോകുന്ന കാലഘട്ടമാണ്. ലഹരിയുടെയും കഞ്ചാവിന്റെയും അടിമകളായി അതപ്പതിച്ചു പോകുന്ന കാലമായിരിക്കും സഹാബ. വതഗീദുൽ കിറാമു ഗൈളാ, ആ കാലഘട്ടത്തിൽ മഹാരഥന്മാരായ മഹത്തുക്കളായ സാദാത്തുക്കളായ ആരിഫീങ്ങളായ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, മുറബ്ബികളായ മശായിഖന്മാർ, ഉഖ്റവികളായ പണ്ഡിതന്മാരെല്ലാം തുടരെ തുടരെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് വിട പറഞ്ഞു പോകുമത്രേ. അഹങ്കാരികളും തെമ്മാടികളും ആ നാട്ടിൽ കൊടികുത്തി വാഴുന്ന കാലമായിരിക്കും സഹാബ. ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിക്കുകയാണ്, അവ യകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? മഴ മാറുന്നതിന്റെ കാര്യം മനസ്സിലായോ? യകൂനുൽ മതറു ഖൈളാ. ഇപ്പൊ മഴയുടെ സമയമല്ലല്ലോ, അതുകൊണ്ടല്ല നമ്മൾ ഓപ്പൺ സ്റ്റേജ് വെച്ചത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും വെക്കുന്ന അതേ സീസണാണ്, പക്ഷെ മഴ സമയമല്ല. മഴ ഇങ്ങനെ വരും, ഗുണമില്ലാത്ത രീതിയിൽ മഴ വരും എന്നാണ് എൻ്റെ അർത്ഥം. ഗുണമില്ല, നമുക്ക് ആർക്കും ഗുണപ്പെടില്ല. വെറുതെ കുറെ മഴ പെയ്യും, ആർക്കെങ്കിലും ഗുണമുണ്ടോ? കുറെ മഴ പെയ്താല് ഒരു ഗുണവുമില്ല, പ്രയോജനം ഉണ്ടാവൂല. യകൂനുൽ മതറു ഖൈളാ വൽവലദു ഗൈളാ. മക്കളൊക്കെ പഴിച്ചു പോകും, മക്കള് പഴിച്ചു പോവും. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കൾ എവിടെ ഇരിക്കുന്ന? മൊത്തം ഓജിയ, ഓജി ഓൾഡ് ഏജ്, ന്യൂജി എല്ലാം പന്തുകളുടെ പിന്നാലെയാണ്. ന്യൂജി എവിടെ? ചെറുപ്പക്കാരെവിടെ? യുവാക്കളെവിടെ? വയലുകാർ യുവതികളെവിടെ? പെണ്ണുങ്ങളുടെ അടുക്ക് പോയി നോക്കി, ബക്കറ്റ് യൂരിയും കൊണ്ടുപോയി നോക്കി, മൊത്തം കിളവികളായിരിക്കും വരുന്നത്. മൊത്തം എല്ലാം എബോവ് 50 years. ബാക്കി 22 എവിടെ? 18 എവിടെ? 19 എവിടെ? 20 എവിടെ? 24 എവിടെ? എല്ലാം കുത്തി കുത്തി വരച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. പുറക്കി വന്നത് മൊത്തം നടുവൊടിഞ്ഞത്, മുട്ടൊടിഞ്ഞത്, കാലൊടിഞ്ഞത്, അവിടെ വേദന, ഇവിടെ വേദന, വയറ്റിൽ 3 മഴ, മുതുകിൽ 3 മഴ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഐറ്റങ്ങളാണ് വാത് കേൾക്കാൻ വരിക. ഇരിക്കുന്നത് ഷുഗർ, പ്രഷർ, അതുപോലെ കൊളസ്ട്രോള്, അങ്ങനെ വിഷമിച്ച് പുറയിലിരുന്നിട്ട് ഉറക്കം വരാതെ കുറച്ചു നേരം പോയി വാതിലെങ്കിലും ഇരിക്കാമല്ലോ നിർത്ത് വരുന്നത്. നല്ല നല്ല യുവത്വം തുളുമ്പുന്ന ചെറുപ്പം എവിടെ? കിട്ടൂല. എവിടെ വരാൻ? അന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ കിട്ടൂല. ഹബീബായ തങ്ങൾ പറഞ്ഞതല്ലേ, കിട്ടുന്നുണ്ടോ? എന്നാൽ പന്തളിക്ക് പോയി നോക്ക്, മാഷാ അല്ലാഹ്, അടിപൊളി ചെറുപ്പം. ഒരൊറ്റ കിളവനെ അവിടെ കാണാൻ പറ്റൂല. അവന്റെ തുള്ളിച്ചാട്ടം, അവന്റെ ചാട്ടം, അവന്റെ അഹങ്കാരം, അവന്റെ നിലവിളി, അവന്റെ വെപ്രാൾ, അവന്റെ ബഹളം എന്തായിരിക്കും? ഓ മെസ്സി, ഓ മെസ്സി, ഓ മെസ്സി, ഓ റൊണാൾഡോ, ക്രിസ്ത്യാനോ, ക്രിസ്ത്യാനോ, ഒരു സൂറത്ത് ഇവനെ കൊണ്ട് ഓതാൻ പറ്റും. ഇതേപോലെ ആ നെയ്മറിനെ വിളിക്കുന്ന വിളിക്ക് ഒരു സൂറത്ത് ഓതാൻ പറ്റുമവനെ കൊണ്ട്, ഒരു തക്ബീർ വിളിക്കാൻ പറ്റുമവനെ കൊണ്ട്, ഒരു ബാങ്ക് വിളിക്കാൻ പറ്റുമവനെ കൊണ്ട്. എന്താ വിളി? ഇവന്റെ കൊച്ചാപ്പാട്, ഇവന്റെ കാക്കയുടെ മോനാന്ന് തോന്നുന്നു നെയ്മർ. അതേപോലെയാണ് വിളിക്കുക. അവന്റെ ഡ്രസ്സ് വിട്ട്, അവന്റെ പാന്റ് വിട്ട്, അവന്റെ അണ്ടർവെയർ ഇട്ട്, അവന്റെ പേരും വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നു. ഓന്റെ പിന്നാലെ നോക്കിയിട്ടല്ലേ നമ്മൾ നിയത്ത് ചെയ്യേണ്ടത്. ബാക്കിൽ എഴുതിയിരിക്കുന്ന, ഫ്രണ്ടിൽ നിൽക്കുന്നതിന്റെ ബാക്കിൽ മെസ്സി, നെയ്മർ, റൊണാൾഡോ, ക്രിസ്ത്യാനോ ഒക്കെ എഴുതിയിരിക്കുന്നത്, നമ്മളത് നോക്കിയിട്ടല്ലേ പറയും നിസ്കരിക്കേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമുസ്സാ ഹത്താ ലഹിഖ ഫിആമും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. ലോകം അസ്തമിക്കുകയില്ല കേട്ടോ സഹാബത്തെ, എൻ്റെ സമുദായം മുശ്രിക്കീങ്ങളെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ, മാത്രമല്ല ജൂതനസ്രാണികളെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ, ശിബിറം വ ശിബിറാ വദിറാഅം ബിദിറാ, ഇഞ്ചോട് ഇഞ്ച്, ചാണോട് ചാൺ ജൂതന്മാരെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ ഈ ലോകം അസ്തമിക്കുകയേ ഇല്ല കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? നെയ്മർ നമ്മുടെ ആരാ? മെസ്സി നമ്മുടെ ആരാ? റൊണാൾഡോ നമ്മുടെ ആരാ? ആരുമല്ല. അവൻ ജയിച്ച് കോടാന കോടികളും കൊണ്ട് അവൻ പോകും. കാസർഗോട്ടുകാരനായ നമുക്ക് എന്താണ് പുണ്യമുള്ളത്? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പഠിപ്പിച്ച മദ്രസയുടെ മുന്നിലാണ് എൻ്റെ ആരാധ്യൻ മെസ്സിയാണെന്ന് ബോർഡ് വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ തിരിയും കത്തിച്ച് യാസീൻ ഓതുന്നത്. ജയിക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ
യാസീൻ അവൻ ജയിക്കണേ. ഫാൻ ഫാൻ ഇല്ലേ? ഫാൻസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആ ഫാൻ, അതാണ് അള്ളാഹ് പറഞ്ഞത്, കുല്ലു മൻ അലൈഹാ ഫാൻ. ഈ പറയപ്പെട്ട ഫാനൊക്കെ നശിച്ചു പോവും കേട്ടോ. ഇതെല്ലാം പോവും. ഒറിജിനൽ ഫാൻ അള്ളാഹു മാത്രമേ ഉണ്ടാവുള്ളൂ. ويبقى وجه ربك ذو الجلال والإكرام. നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ അല്ലാഹ് അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മക്കളെ, ഒരിക്കൽ നിന്റെ കണ്ണടയും കേട്ടോ. നിന്നെ 3 കെട്ട് 21 മുഴം തുണിക്കകത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല എന്ന മഹത്വചനം ഉറക്ക ഉച്ചരിച്ചുകൊണ്ടാണ് പള്ളിക്കാട്ടിലേക്ക് നിന്നെ മയ്യത്ത് കൊണ്ടുവരുന്നത്. ഏത് മയ്യത്താണ്? ആരാധൻ. ഞാൻ ആരുടെ ആരാധ്യനാണ്? മെസ്സിയുടെ ആരാധ്യനാണ്, നെയ്മറിന്റെ ആരാധ്യനാണ്, ക്രിസ്ത്യാനിയുടെ ആരാധ്യനാണ് എന്ന് പറഞ്ഞ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്താണ് കൊണ്ടുവരുന്നത്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പള്ളിക്കാട്ടിന്റെ 6 മണ്ണിലേക്ക് നിന്റെ മയ്യത്തറയ്ക്ക് വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് 7 ചുവട്ടടി അങ്ങോട്ട് മാറേണ്ട താമസം 2 ഭീകര രൂപം നിന്നെ വിളിച്ചുണർത്തുകയാ. വിളിച്ചുണർത്തിയിട്ട് നിന്നോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, നിന്റെ ആരാധ്യൻ ആരാണ്? പറയടാ. പറയാൻ പറ്റുമോ? ക്രിസ്ത്യാനോ, റൊണാൾഡോ, മറഡോണ, നെയ്മർ, ആരാധ്യനാരാ? ചോദിക്കും. ആദ്യത്തെ ചോദ്യം അതാ. ഈ ഫാൻസ് എന്ന് എഴുതി വെച്ച മുഴുവൻ പേരും അതിന് സമാധാനം പറയണം. റബ്ബിന്റെ മുന്നിൽ മുഴുവൻ പേരും അതിന് മറുപടി പറയണം. ഫാൻസ് പറഞ്ഞേ പറ്റൂ. ഇത് കളിയല്ല. ഇത് ബദരിയ മസ്ജിദിന്റെ ഖബർസ്ഥാനിലേക്ക്, മണ്ണറയിലേക്ക് ഈ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് 7 ചുവട്ടടി അങ്ങോട്ട് മാറേണ്ട താമസം 2 മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ്? ഫയഖൂൽ ഹാ ലാ അദ്രി. ഇവിടെ അല്ലാഹ് വിളിക്കാത്തവന് ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തില് അല്ലാഹുവാണ് റബ്ബി, അല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല. എന്റെ റബ്ബ് അല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല. കാരണം എന്താ? ദുനിയാവിൽ അവൻ വിളിച്ചത് ഫിലിം സ്റ്റാറുകളെയായിരുന്നു, അവൻ ആരാധിച്ചത് ഫുട്ബോൾ പ്ലെയറുകളെയായിരുന്നു, അവൻ ആരാധിച്ചത് ക്രിക്കറ്റ് താരങ്ങളെയായിരുന്നു. അതുകൊണ്ട് അവരുടെ പേരേ വരുള്ളൂ, അള്ളാന്റെ പേര് വരൂല. അള്ളാന്റെ പേര് വരൂല. അപ്പോഴെന്തായിരിക്കും അടുത്ത പ്രതികരണം? നാദാ മുനാദിം മിനസ്സമാ, ആകാശലോകത്തുനിന്നൊരു വിളിയാളം ഉണ്ടാവുകയാണ്. ആ ഖബറിന്റെ ഉള്ളിലേക്ക് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടൊരു വിളി വരികയാണ്, അനിഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ. നരകത്തിന്റെ ഒരു വാതില് അങ്ങോട്ട് തുറന്നു കൊടുക്കണേ. അനിഫ്രശൂ ലഹു ഫിറാശം മിനന്നാർ. നരകത്തിന്റെ ഒരു പുതപ്പ് കൊണ്ട് ഇവനെ മൂടണേ. ഉടനെ ഇവൻ വിളിക്കുകയാണ്, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹാ. ഒരിക്കൽ കൂടി ഒരു അവസരം നൽകി മടക്കണേ അല്ലാഹ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി പടച്ചവനേ. വൈദാ കുന്നാ നസ്മഉ വ നഅഖിലു ഫീഹാ. പടച്ചവനെ, പണ്ഡിതന്മാര് പ്രഭാഷണം നടത്തുമ്പോ, ഉലമാക്കള് പറഞ്ഞപ്പോ, ഉസ്താദുമാര് പറഞ്ഞപ്പോ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അല്ലാഹുവേ, അന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഈ കാണുന്ന നരകത്തിൽ ഞങ്ങൾ വീഴുമായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹ് ഒരവസരം കൂടി മടക്കണേ റബ്ബേ എന്നവൻ വിലപിക്കുമ്പോ ഇതാ ഖബറിൽ നിന്നൊരു വിളി കേൾക്കുകയാ. ഖദ് ഉമ്മിറത മാ കുൻത മുഅമ്മറാ. 50 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 35 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 90 വയസ്സ് വരെ ദുനിയാവിലെ സമയം നിനക്ക് ഞങ്ങൾ നൽകിയില്ലേ? ആ സമയത്ത് നീ അല്ലാഹയെ വിളിക്കാത്തവനാ. അതുകൊണ്ട് കദാലിക്കൽ അദാബു ഇലാ യൗമി യുബ്അസൂൻ.
ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷ നീ അനുഭവിച്ചു കൊണ്ട് കിടന്നോ.